യൂട്യൂബർ ആണ് എന്നൊന്നും അംജുക്ക് ആദ്യം അറിയില്ലായിരുന്നല്ലോ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് ഈ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞ് നിങ്ങൾ വളരെ എന്തും സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഫേസിലേക്ക് എത്തിയപ്പോ ഇത്തരം വീഡിയോകളെ കുറിച്ചോ അല്ലെങ്കിൽ നീ ചെയ്യുന്ന വളരെ ബോൾഡ് ആയിട്ടുള്ള ഈ മൂവുകളെ കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും ഹസ്ബൻഡ് സംസാരിച്ചിട്ടുണ്ടോ? അംജുക്ക് കല്യാണത്തിന് മുമ്പേ സംസാരിച്ചിട്ടുണ്ട്. കല്യാണ ആലോചനയുടെ ആ സമയത്ത് മാത്രമേ എന്നെ അറിയാത്തുള്ളൂ. പിന്നെ എന്റെ എല്ലാ വീഡിയോസും ഇരുന്ന് കാണുകയും കാര്യങ്ങൾ ചെയ്യില്ല. അപ്പൊ തന്നെ എന്നോട് പറയാറുണ്ട്, നീ എടുക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഭയങ്കര ബോൾഡാണ്, ഭയങ്കരമായിട്ട് ഇത് ചെയ്താൽ ഇപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ എന്താ പറയാ കുറെ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ ഒരു ഇതായിട്ട്. അപ്പോ ആ സമയത്തൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഇതാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആണ് അല്ലെ? എപ്പോഴെങ്കിലും ഒക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അല്പം ഒന്ന് മാറി സഞ്ചരിച്ചാലോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ അത്തരത്തിലൊക്കെ മാറ്റിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ചാനൽ ഒന്നാമത് പണ്ടൊട്ടേ സെക്സ് എഡ്യൂക്കേഷൻ മാത്രമല്ല, വീട്ടിലത്തെ വിശേഷങ്ങളും അതും ഇതും ഇതൊക്കെ ഉണ്ട്. എല്ലാവരും അറിയുന്നത് കൂടുതലും സെക്സ് എഡ്യൂക്കേഷൻ എന്ന രീതിക്കായിരിക്കും എന്നെ അറിഞ്ഞു തുടങ്ങിയത്. പക്ഷെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും അറിയപ്പെടാനും എനിക്കിഷ്ടം സെക്സ് എഡ്യൂക്കേഷനിൽ ചെയ്ത് തന്നെയാണ്. അല്ലാണ്ട് വീട്ടിലത്തെ വിശേഷങ്ങൾ ഇപ്പം എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഓൾമോസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഫോക്കസ് ചെയ്യുന്നത് ഫാമിലി മാറ്റേഴ്സും പല ടൈപ്പ് ഫാമിലി വ്ളോഗേഴ്സ്. അപ്പം അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു ഇപ്പം ബ്യൂട്ടി വ്ളോഗർ എന്ന് പറയുന്ന പോലെ എൻ്റെ ഇത് പറയുന്നത് സെക്സ് എഡ്യൂക്കേറ്റർ എന്നായിരിക്കും. അപ്പം എനിക്ക് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് ഇഷ്ടം.